ഹലോ ഫ്രണ്ട്സ്, ടെക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം ഈ ഒരു സൂത്രം തലയിൽ തൊട്ടാൽ മാത്രം മതി. നമ്മുടെ തലമുടി എത്ര നരച്ച മുടിയും കട്ടക്കറുപ്പാക്കാൻ ഇത് മാത്രം മതി. ഇതെങ്ങനെയാണെന്ന് കണ്ടു നോക്കൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നാച്ചുറൽ ഒരു ഡൈ ആണ്. അതുപോലെ തന്നെ മുടി ആർത്ത് ഇളക്കാനും സഹായിക്കുന്നതാണ്. താരന്, മുടി കൊഴിച്ചിലെല്ലാം മാറാനും സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത് സൂത്രം കണ്ടു നോക്കൂ. അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകളുടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പ്, ഇപ്പോൾ കുറച്ച് മുന്തിരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മുന്തിരിയൊക്കെ മേടിച്ചു കഴിയുമ്പോൾ അതിന് മുകളിൽ ഒരു വെളുത്ത പൊടി പോലെ കിടക്കല്ലേ, അതൊരു വിഷാംശമൊക്കെയാണ്. അത് നമ്മൾ നല്ലപോലെ കളഞ്ഞിട്ട് വേണം ജ്യൂസ് അടിക്കുകയോ കഴിക്കുകയോ ഒക്കെ ചെയ്യേണ്ട. അല്ല, ഭയങ്കര വിഷമാണത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുക. പൊട്ടിപ്പോകാതെ തന്നെ കഴുകിയെടുക്കുക. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടൊരു 10 മിനിറ്റോളം ഞാൻ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമാണ് ഞാനിതിന്ന് കഴുകി ജ്യൂസ് അടിക്കുന്നത് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അത് വിഷാംശങ്ങളെല്ലാം പോകുന്നത് നമുക്ക് നല്ലപോലെ അത് മുന്തിരിയൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കാവുന്നതുമാണ്, അല്ലെ കഴിക്കാവുന്നതുമാണ്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കാം. അതിൻ്റെ കൂടെ കല്ലുപ്പുണ്ടെങ്കിൽ അതുകൂടി ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിയെടുത്തിട്ട് നോക്കുവാണെങ്കിൽ തന്നെ അതിൻ്റെ അകത്ത് ആ ഒരു വെള്ള പൊടിയൊക്കെ ഇല്ലേ, അതെല്ലാം പോയി കിട്ടുന്നതാണ്. കണ്ടോ, മുന്തിരി നല്ലപോലെ ഇവിടെ കഴുകിയെടുത്തിട്ട് കണ്ടോ, നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പൊട്ടിപ്പോവൊന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ അകത്ത് പൊട്ടിപ്പോയതെല്ലാം എടുത്ത് മാറ്റുന്നത് നല്ലതാണ് കേട്ടോ. വന്നിട്ട് വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ്, നമ്മുടെ കബോർഡിലെല്ലാം കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ഒന്നാമത് എവിടെ പോയെന്ന് പറഞ്ഞാൽ പൊടി ശല്യം ഭയങ്കര കൂടുതലാണല്ലേ. അപ്പോൾ വീടിൻ്റെ അകത്തെല്ലാം ഒന്ന് കാറ്റടിച്ചാൽ വെളിയിൽ നിന്ന് റൂഡിൽ നിന്നുള്ള പൊടികളെല്ലാം നമ്മുടെ വീടിനുള്ളിൽ ഒരു കണ്ടില്ലേ, ഈ കബോർഡ് ഫുള്ളും പൊടി നിറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എന്നെ തുടച്ചെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം എല്ലാം ഇങ്ങനെ പൊടി കാണും. അതുമാത്രമല്ല, ഈ കബോർഡിൻ്റെ ഓരോ സൈഡുകളിലും ചിലന്തിയുടെ വലയുണ്ടാവും. അപ്പോൾ നമ്മൾ ഒന്ന് തുടച്ചെന്ന് പറഞ്ഞാൽ അതിൽ പിറ്റേ ദിവസം എല്ലാം ഇങ്ങനെ കാണും കേട്ടോ. അപ്പോൾ അതൊന്നും ചിലന്തികളൊന്നും മാസങ്ങളോളം അവിടെ കൂടുകെട്ടായിരിക്കും. ഏത് വീട്ടിലാണെങ്കിലും ഇതുപോലെ തന്നെ നമുക്ക് അടുക്കളയിലെ കിച്ചണിലൊക്കെ ചിലന്തികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ച് സ്പ്രേ ചെയ്തോടെ ചിലന്തികൾ കൂട്ടത്തോടെ ചത്തു പോകുന്നതായിരിക്കും. അത് മാത്രമല്ല, കബോർഡ് കാര്യങ്ങളെല്ലാം തുടയ്ക്കാൻ ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കിയിട്ട് തുടയ്ക്കുവാണെങ്കിൽ ചെളി പോവുകയും ചെയ്യും. ചിലന്തിയുടെ ശല്യം ഉണ്ടാകത്തില്ല. ചിലന്തി അവിടെ വല നെയ്യത്തുമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കേണ്ട തന്നെയാണ്. പൊടികളൊക്കെ പോകും. പിന്നെ കബോർഡിലാകുമ്പോൾ ഒരുപാട് വെള്ളമൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കബോർഡൊക്കെ പെട്ടെന്ന് നശിച്ചു പോകും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ. ആദ്യം ഞാൻ കുറച്ച് നമ്മുടെ ഹാൻഡ് വാഷാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ലിക്വിഡ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് എല്ലാ സോപ്പ് കടയിലും മേടിക്കാൻ കിട്ടുന്ന ഒരു സൊല്യൂഷനാണിത്, ലിക്വിഡാണിത്. അപ്പോഴത്തേക്ക് ലോഷൻ തയ്യാറാക്കുന്നതാണ് ഇതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഈ ലോഷൻ്റെ ആ ഒരു കുപ്പിയിൽ കുറച്ച് ഞാൻ ഇവിടെ ഒരു തുള്ളിയാണ് ഒഴിച്ചിരിക്കുന്നത്. നല്ലൊരു എഫക്റ്റാണ്, നല്ലൊരു മണവുമാണ് കേട്ടോ. ഈ ഒരു സാധനമാണ് നമ്മുടെ ചിലന്തികളെയൊക്കെ തുരത്താനൊക്കെ സഹായിക്കുന്നത്. അതുപോലെ പൊടിയൊക്കെ പോയി നല്ല ക്ലീൻ ആകാനും ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒരു ടർക്കി ഒന്ന് ആ വെള്ളത്തിലേക്ക് കുറച്ച് നേരം ഒന്ന് മുക്കി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക. വെള്ളമേ അധികം ഒന്നും കാണരുത്. കബോർഡിലൊക്കെ തുടയ്ക്കുമ്പോൾ നല്ലപോലെ പിഴിഞ്ഞതിന് ശേഷം വേണം തുടച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതേ ഞാൻ ഒന്ന് തുടച്ചിട്ട് ആ കബോർഡിലെല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ പൊടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇതൊന്ന് തുടച്ചെടുത്ത് കാണിക്കാം. നല്ലപോലെ ക്ലീൻ ആകുന്ന പൊടികളെല്ലാം പോയി നല്ലപോലെ ക്ലീൻ ആകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ വീടിനുള്ളിലെല്ലാം ചിലന്തി ഉണ്ടെങ്കിൽ ഇതുപോലെ ചുക്കിലിക്കമ്പ് കാണുമല്ലോ എല്ലാവരും വീട്ടിൽ. ചുക്കിലിക്കമ്പ് ഇല്ലെങ്കിൽ ചൂടിൻ്റെ അറ്റത്താണേലും ഇതുപോലൊരു തുണി വെച്ച് കെട്ടുക. എന്നിട്ട് ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കിയിട്ട് ചുക്കിലിയുള്ള ഭാഗങ്ങളിലെല്ലാം ഒന്ന് ചുക്കിലി അടിച്ച് വിടുവാണെങ്കിൽ പിന്നെ ആ വശത്ത് ചുക്കിലി ഒന്നും കൂട് കെട്ടത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതൊന്ന് തുടച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ഉണങ്ങിയ തുണി കൊണ്ട് ഇതൊന്ന് തുടച്ചെടുക്കേണ്ട അത്യാവശ്യമുണ്ട്. കണ്ടില്ല, ആ പൊടി ഫുള്ളും ആ തുണിയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ആ തുണിയിലെ ചെളി കണ്ടില്ലേ, എന്നും നമ്മൾ തുടച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിനുള്ളിലും ഒക്കെ ഒരുപാട് പൊടികൾ ഡെയിലി കാണും കേട്ടോ. അപ്പോൾ നമ്മൾ തുടയ്ക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തുടയ്ക്കുവാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് നല്ലപോലെ പൊടിയൊന്നും അടിക്കാതിരിക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ കളർ കണ്ടിട്ട് ഫുള്ള് പൊടിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഹൈപ്പ് ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.
അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ കബോർഡ് നല്ല അടിപൊളിയായിട്ട് ഇവിടെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ പഴയതുപോലെ തന്നെ പൂക്കളെല്ലാം ഇവിടെ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഫ്ലവറൊക്കെ ഞാൻ നമ്മുടെ മീഷോയിൽ നിന്ന് മേടിച്ചാണ്. വേണ്ടവർക്കൊക്കെ ഞാൻ ടാഗ് ചെയ്തേക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു വിലയാണ് ഇതിനുള്ളത് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഓർഡർ ചെയ്താൽ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. ആകെ ഒരു 10 പീസിനൊക്കെ 144 രൂപ അങ്ങോട്ടായിട്ടുള്ളായിരുന്നു. എനിക്ക് വേണ്ടവർക്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം, മേടിച്ചോളൂ കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനും കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല സൂപ്പറായിട്ട് ആ പൊടികളെല്ലാം പോയി നല്ല ക്ലീൻ ആക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ്, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ കിച്ചൺ സിങ്ക് അല്ലേ. നമ്മൾ മീൻ വെട്ടുക, അതുപോലെ തന്നെ പാത്രങ്ങൾ ഇഷ്ടംപോലെ കഴുകുക ഒക്കെ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ സിങ്ക്. അപ്പോൾ ഈ സിങ്ക് ഇത് കണ്ടില്ല, ഒരുമാതിരി വെള്ളപ്പാട് പോലെ ഉപ്പ് വെള്ളമൊക്കെ നമ്മൾ ഒരുപാടുള്ള ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ വെള്ളം ഉപ്പ് കറിയൊക്കെ പിടിച്ചിട്ടാണ് ഇങ്ങനെ നമ്മുടെ സിങ്ക് ക്ലീൻ അല്ലാതെ ഇങ്ങനെ കിടക്കും. നമ്മൾ എങ്ങനെയൊക്കെ സോപ്പിട്ട് കഴുകിയെന്ന് പറഞ്ഞാലും ഈ വെള്ളപ്പാട് പോകത്തേ ഇല്ല കേട്ടോ. പക്ഷെ നിങ്ങൾ ആ വെള്ളപ്പാട് പോകാനും അതിലെ ബാഡ് സ്മെല്ല് പോകാനും ഇങ്ങനെ ചെയ്ത് വെക്കണം. അതിനായിട്ട് നല്ല നാരങ്ങ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ചീന നാരങ്ങ, നമ്മൾ ഉണങ്ങിയ നാരങ്ങയില്ല, അതാണെങ്കിലും മതി കേട്ടോ. എന്നിട്ട് അതെടുക്കുക, അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് കണ്ടില്ല, ഇങ്ങനെ ആ വെള്ളപ്പാട് വെള്ളം തെറിച്ച് സോപ്പിൻ്റെ ഇതൊക്കെ വീണിട്ടാണ് കൂടുതൽ ഈ വെള്ളപ്പാട് പോലെ വട്ടത്തി വരുന്നത്. അപ്പോൾ സിങ്കിനൊക്കെ ഒരുമാതിരി കളറായിട്ട് അത് മാറും കേട്ടോ. അപ്പോൾ ഇത്ര പുതിയ സിങ്കാണെങ്കിലും പെട്ടെന്ന് തന്നെ പഴയതുപോലെ ആകും. പക്ഷേ ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പം പുത്തൻ പുതിനാണെങ്കിലും അതിലും നല്ല വെട്ടിത്തിളയും കിട്ടുകയും ചെയ്യും. പഴയ സിങ്കാണെങ്കിലും പുത്തൻ പുതിനായിട്ട് മാറുകയും ചെയ്യും കേട്ടോ. എന്നിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ഉരച്ച് കൊടുക്കാം. എല്ലായിടും ഒന്ന് ഉരച്ച് കൊടുത്തിട്ട് ഞാൻ കഴുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് അഴുക്കോ അത് മാത്രമല്ല, നമ്മുടെ പൈപ്പ് സെറ്റിൻ്റെ അകത്തൊക്കെ പായൽ പോലെയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ആകാൻ സാധ്യത കൂടാണ്. പക്ഷെ നാരങ്ങ നീരും ഇതും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് ബേക്കിംഗ് സോഡ ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നല്ല വെട്ടിത്തിളയും കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ കിച്ചൺ സിങ്കും സ്ലാവും എല്ലാം അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കി നല്ല തുടച്ച് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല സൂപ്പറായിട്ട് സിങ്ക് ഇവിടെ വെട്ടിത്തിളങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും. നമുക്ക് നല്ല നാരങ്ങയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നാരങ്ങ നീരിലോട്ട് ഈ നമ്മുടെ ഈ ഇതും ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. നാരങ്ങയായിട്ട് ഉരയ്ക്കാൻ വയ്യെങ്കിൽ നാരങ്ങ നീരെടുക്കുക, ബേക്കിംഗ് സോഡ ആയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കഴുകിയിടുക. അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. ഇനി അടുത്തൊരു ടിപ്പല്ല, നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോൾ റെസിപ്പി എന്താണെന്ന് പറയാം. അതിന് മുമ്പ് നമുക്കിതൊന്ന് താളിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോഴത്തേക്ക് ഞാനൊരു ചട്ടിയിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് താളിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം വന്നിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കപ്പ, അതിൻ്റെ കൂടെ ഞാൻ ഈ എണ്ണയിലേക്ക് 2 വറ്റൽമുളകും കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ എല്ലാവരും കപ്പ വേവിക്കും, കൊത്തി വേവിക്കുമ്പോൾ തേങ്ങ ഒക്കെ ചിരണ്ടി ഇട്ടിട്ട് തേങ്ങ ഒക്കെ അരച്ചിട്ടായിരിക്കുമല്ലോ ചേർക്കുന്നത്. പക്ഷേ ഇനി തേങ്ങ ഒന്നുമില്ലാതെ തന്നെ നല്ല അടിപൊളി നമ്മുടെ തട്ടുകട സ്റ്റൈലിൽ അടിപൊളി കപ്പയാണ് ഇവിടെ ഞാൻ വേവിച്ചെടുക്കുന്നത്. നല്ല ടേസ്റ്റുള്ള കപ്പയാണ്. കപ്പപ്പുഴുക്കാണ് ഇവിടെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് താളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ താളിച്ചതിൻ്റെ അകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കേണ്ടത് നല്ലതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് പെരുംജീരക പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ മതി കേട്ടോ. അപ്പം നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി ഇതിൻ്റെ എല്ലാം നല്ല മൂത്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ കപ്പപ്പുഴുക്കിന് വരുന്നത്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇപ്പം ഞാൻ കപ്പ ഇവിടെ കൊത്തിപ്പൊടി കുക്കറിലാണ് വേവിച്ച് വെച്ചിരുന്നത്. എല്ലാം നല്ല റെഡിയായിട്ട് ഇതിനൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇത് കണ്ടില്ല, കപ്പ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഒറ്റ വിസിലിന് അത് കപ്പ വെന്തതാണ് കേട്ടോ. ഇനി നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇതിനകത്ത് തേങ്ങ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ കപ്പ പുഴുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതിനോട് മീൻകറി, ഇറച്ചിക്കറി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂട്ടി കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ തേങ്ങ ഒട്ടും ചേർക്കാതെ നമ്മുടെ കപ്പ പുഴുക്ക അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാ ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ. ഇപ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന മുടി കൊഴിച്ചിൽ, മുടി നര ഇതൊക്കെ മാറാനായിട്ട് എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന സൂത്രമാണ് നമ്മുടെ വാസലിൻ. എല്ലാവർക്കും അറിയാം വാസലിൻ്റെ ഗുണങ്ങൾ, എല്ലാവർക്കും അറിയാമല്ലേ. ഒരു വരൾച്ച ഉണ്ടാകുമ്പോൾ മുഖമൊക്കെ വരണ്ടു പോകുമ്പോഴും അതുപോലെ തന്നെ ചുണ്ട് പൊട്ടുമ്പോഴും കാലിലൊക്കെ നമ്മുടെ ചുടുവാദത്തിനും ഇതിനൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ വാസലിൻ. ഒരുപാട് കാര്യങ്ങൾക്ക് നല്ലതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മുടിക്ക് നല്ല ഒരു എഫക്റ്റ് നൽകുന്നതാണ് നമ്മുടെ ഈ വാസലിൻ. അപ്പോൾ ഈ വാസലിൻ ഒരു ബൗളിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള എടുക്കുക. അപ്പോൾ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഞാൻ വാസലിൻ. അതിൻ്റെ കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ നമ്മുടെ കറ്റാർ വാഴയുടെ ജെല്ലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് കറ്റാർ വാഴ ജെല്ല് വേണമെങ്കിലും എടുക്കാം. വീട്ടിലുള്ളതാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ വെളിയിൽ നിന്ന് മേടിച്ചാണെങ്കിലും എടുക്കാം. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒരു മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ
നമ്മുടെ കുട്ടികളുടെ ആണെങ്കിലും നമ്മുടെ ആണെങ്കിലും പ്രായമുള്ളവരുടെ ആണെങ്കിൽ ആർക്കാണെങ്കിലും തലയോട്ടിയിലേക്ക് തേച്ച് കൊടുക്കുവാണെങ്കിലും താരന്, മുടി കൊഴിച്ചിൽ, അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകൽ ഇതൊക്കെ മാറാനും മുടി നല്ല സിൽക്കി ആയിട്ട് കിടക്കാനും സഹായിക്കുന്നതാണ്. മുടി ആർത്ത് കിളുക്കാൻ സഹായിക്കുന്നതാണ്. മുടി തലയോട്ടിയിലുണ്ടാകുന്ന വരൾച്ച പോലെ ഉണ്ടായിട്ട് ഒരു സൈസ് നമ്മുടെ മുടികൾ സ്കാൽപ്പിൽ ഒരു പൊടി പോലെ വരും, വെളുത്ത പൊടി പോലെ ഉണങ്ങിയിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ പൊടി പോലെ വരും. അതൊക്കെ മാറാനും ഒക്കെ വളരെ നല്ലതാണ് ഈ ഒരു സാധനം. അപ്പോൾ ഇത് നമ്മുടെ തലയിലേക്ക് തേച്ച് 1 മണിക്കൂർ കഴിഞ്ഞ് കുളിച്ച് നമ്മൾ കഴുകി കളയുവാണെങ്കിൽ താളിയിട്ടോ ഇങ്ങനെ കഴുകി കളയുവാണെങ്കിൽ മുടി നല്ല സിൽക്കി ആയിട്ട് കിടക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. മാസത്തിൽ 1 പ്രാവശ്യം നിങ്ങളിത് ഉപയോഗിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെയാണ് മുടി കട്ട കറുപ്പായി വളരാനും സഹായിക്കുന്നതാണ്. വളർന്നു വരുന്ന മുടി പോലും കട്ട കറുപ്പായിട്ട് തന്നെ വളർന്നു വരികയും ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കുട്ടീനെ ഇപ്പോൾ കയ്യിൽ കുറച്ച് എടുത്തിട്ടുണ്ട്. എൻ്റെ കുട്ടിയുടെ തലയിലാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഈ കുട്ടിയുടെ തലമുടിയെല്ലാം ഒരുമാതിരി സ്കാൽപ്പൊക്കെ നല്ല വരണ്ടിട്ട് ഒരുമാതിരി പൊടി പോലെയായിരുന്നു കേട്ടോ. താരം ഞാൻ ഓർത്തിട്ട് താരനൊന്നും അല്ലായിരുന്നു, ഒരുമാതിരി പൊടി പോലെയാണ്. അപ്പോഴാണ് എങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയത്. അപ്പോൾ ഈ നല്ല റിസൾട്ട് എനിക്ക് കിട്ടി. പിന്നെ മാസത്തിലൊന്ന് തേച്ചാൽ മതി കേട്ടോ, നമ്മൾ ഡെയിലി ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഓരോ മുടിയുടെ ഭാഗം ഒന്ന് വകഞ്ഞെടുത്ത് അതിന് ശേഷം അത് കുറച്ച് കയ്യിലിങ്ങനെ അത് ഓരോ ഇതായിട്ട് എടുക്കരുത്. കൈ നല്ല പോലെ 2 കൈയിലും തേച്ചിട്ട് 2 കൈയും കൊണ്ട് കോതി നിങ്ങൾ പുരട്ടി കൊടുത്താൽ മാത്രം മതി കേട്ടോ. കുട്ടികൾക്കാണേലും മുതിർന്നവർക്കാണേലും അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടിയുടെ തലയിലെല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മുടി ഒന്ന് മുറുക്കി കെട്ടി വെക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ അങ്ങനെ 1 മണിക്കൂറോളം കുളിക്കാൻ നേരത്താണ് അത് കഴുകി കളയുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണേ, നല്ലൊരു റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. കുട്ടികൾക്കൊക്കെ ഇത് ചെയ്ത് കൊടുക്കുക, മുതിർന്നവർക്കും ചെയ്യാവുന്നതാണ്. നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഇത് ഒരൊറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കാണാൻ പറ്റും. കാര്യം ആ സ്കാൽപ്പിൽ നിന്ന് ആ പൊടിയില്ല, വെളുത്ത പൊടി പോലെ വരത്തില്ല, ചുരുണ്ടുമ്പോൾ അത് കാണത്തേ ഇല്ല കേട്ടോ. ഒറ്റ യൂസിൽ നിന്ന് പോകുന്നതായിരിക്കും. നമ്മുടെ തലയും തലമുടിയൊക്കെ സോഫ്റ്റ് ആകുന്നതും തലയൊട്ടി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മൾ നരച്ച മുടിയിലേക്ക് നീലയമരി യൂസ് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യാൻ നോക്കണം കേട്ടോ. ഇപ്പം ഞാൻ നീലയമരിയിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉടൻ തന്നെ നമ്മുടെ തലയൊട്ടിയിൽ അത് തലമുടിയിൽ അത് പുരട്ടേണ്ടതാണ് കേട്ടോ, അല്ലാതെ വെച്ചോണ്ടിരിക്കരുത്. പിന്നെ നിങ്ങൾ പുരട്ടുമ്പോൾ ഗ്ലൗസ് ഇടാൻ മറന്നെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഗ്ലൗസ് ഇപ്പം നമ്മുടെ കയ്യിലില്ല, അല്ല ബ്രഷ് കയ്യിലില്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ട ഒരു കാര്യം പറയാം. നമ്മുടെ കയ്യിൽ ഈ വാസലിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് കയ്യിലേക്ക് തൂക്കുക. ആ കയ്യിൽ 2 കയ്യിലും തൂത്തിട്ട് അതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്ക് പിന്നെ നരച്ച മുടിയിലേക്ക് നമ്മൾ നീലയമരിപ്പൊടി അപ്ലൈ ചെയ്യുന്ന നീലയമരിയുടെ മിക്സ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലോട്ട് നോക്കുമ്പോൾ മനസ്സിലായി കൈയെല്ലാം കറുത്തിരിക്കും. അത് ഏത് ഡൈ ചെയ്തെന്ന് പറഞ്ഞാലും നിങ്ങൾ ഇച്ചിരി വാസലിൻ കയ്യിൽ തൂക്കുക, എന്നിട്ട് തലയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ അത് ഒട്ടിപ്പിടിക്കത്തില്ല. കണ്ടോ, നമുക്ക് കഴുകുമ്പോൾ തന്നെ മനസ്സിലാക്കി കറുത്തിരിക്കുകയും കൂടെ ചെയ്യും നമ്മുടെ കൈ. അപ്പോൾ കൈ നല്ല വൃത്തികേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. മുടിയൊക്കെ കറുപ്പായിട്ട് വരും. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.